തീ കൊണ്ട് കളിക്കരുത്. എന്താ ഇപ്പം അങ്ങനെ പറയണമെന്നല്ലേ? തീ കൊണ്ട് കളിക്കരുത്, തീയിൽ കളിക്കരുത് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ട് ശീലിച്ചതല്ലേ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ തന്നെ. എന്നാൽ തീയിൽ കളിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലാത്വിയക്കാരി, അവരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അർത്ത റെയ്ത്തുമ എന്ന ഫയർ ആർട്ടിസ്റ്റ്. ചിത്രം വരയ്ക്കാൻ കടലാസും വർണ്ണങ്ങളും തന്നെ വേണമെന്നില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ തീയായാലും മതി. മഞ്ഞുമൂടിയ ലാത്വിയൻ പ്രദേശങ്ങളിൽ പ്രകൃതി ആരാധന പിൻപറ്റുന്നവർ അഗ്നിയുടെ ഉപാസകർ കൂടിയാണ്. അഗ്നി നൃത്തങ്ങൾ കൗതുകത്തോടെ കണ്ടുവളർന്ന പെൺകുട്ടി ഇന്ന് അഗ്നി കൊണ്ട് തന്നെ ചിത്രകലയിൽ പുത്തൻ മാതൃകകൾ തീർക്കുകയാണ്. ആല കൾച്ചറൽ സെന്റർ ഒരുക്കിയ ശില്പശാലയിൽ കുട്ടികളെയും മുതിർന്നവരെയും തീനാളങ്ങൾ കൊണ്ട് ചിത്രരചന പഠിപ്പിക്കാൻ എത്തിയതായിരുന്നു അർത്ത. I like Kerala the most because of nature and people are very very nice. Food is amazing. ഗ്യാസ് ടോർച്ചുകൾ, മെഴുകുതിരി, തീപ്പെട്ടിക്കൊള്ളി, പ്ലൈവുഡ് ബോർഡ് തുടങ്ങിയവ വെച്ചാണ് പരിശീലനം. വിദേശികളും സ്കൂൾ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി. നല്ല രസമുണ്ട്. ബിക്കോസ് പൊക്കി പിടിച്ച് ഇങ്ങനെ തീം വെച്ച് കളിച്ച് പോവാം. നല്ല രസമുണ്ട്. പെൻസിലോ പേനയോ സ്കെച്ചോ പെയിൻ്റൊന്നും വേണ്ടാതെ തീയിൽ നിന്ന് വരുന്ന പുകയും കൊണ്ടും നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അങ്ങനെ ഒരു അറിവ് തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് തന്നെ. ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു, പക്ഷെ ആദ്യമായിട്ടാണ് തീ കൊണ്ട് വരയ്ക്കുന്നത്. നൈസ് എക്സ്പീരിയൻസ് ആണ്. ലാത്വിയ ആർട്ട് അക്കാദമിയിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തിരുന്ന ആർത്ത പിന്നീട് അമേരിക്കയിലും യൂറോപ്പിലുമായി നിരവധിയായ ഫയർ വർക്ക്ഷോപ്പുകൾ നടത്തി. ചിത്രകലയിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുന്നതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട്. കുട്ടികളിലെ സർഗാത്മകതയും അറിവും വളർത്തുവാൻ ഇത്തരത്തിലുള്ള ശില്പശാലകൾ ഇതാദ്യമായല്ല ആല കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്നത്. ആല ബേസിക്കലി ഒരു തിയേറ്റർ സ്പേസ് ആണ്. 6 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷെ ആലയെ ഞാൻ തിയേറ്ററിന് മാത്രമല്ല പേരിട്ടത്. ആലയെ പേരിട്ടത് നമ്മൾ ആല സെൻറ്റർ ഫോർ കൾച്ചർ ആൻഡ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനാണ്. മാറുന്ന ലോകത്തെ, മാറുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരണം, അവരിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന്റെ ഹിമപ്രദേശങ്ങളിൽ അഗ്നി കൊണ്ടുള്ള കലാരൂപങ്ങൾ കണ്ട് ശീലിച്ച അർത്തയെ കേരളത്തിന്റെ സ്വന്തം തെയ്യരൂപങ്ങൾ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. താൻ കണ്ടതിൽ വെച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് കേരളമെന്ന് ഒരു മടിയും കൂടാതെ ഇവർ പറയുന്നു. തീയും പുകയും വരകളും രൂപങ്ങളുമായി മാറുന്ന വിസ്മയം പകർന്നു കൊടുത്തുകൊണ്ട് അർത്ത കലയിലെ പുത്തൻ പ്രവണതകളെ സ്വാഗതം ചെയ്യുകയാണ്. പരീക്ഷണങ്ങളാണ് കലയുടെ പുതുമ നിലനിർത്തുന്നത്. അറിവ് പകർന്നു നൽകാൻ അതിലും മികച്ച മറ്റൊരു മാർഗമില്ലെന്ന് ഈ ലാത്വിയക്കാരി ആർത്ത മലയാളികളെ പഠിപ്പിക്കുന്നു. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കും സാരഥി ശ്രീകുമാറിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. കൊള്ളാല്ലേ? നല്ല രസമുണ്ട് കാണാൻ. നമ്മളിങ്ങനെ തീയെന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കും.